ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ വെള്ളാപ്പള്ളിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കഥാപാത്രം. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഒരു പ്രധാന സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എന്ന് പറയുന്നതിന് പകരം പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണെന്ന് അടിവരയിട്ട് ആദ്യം പറയണം. കാരണം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ശരിക്കും ആ സമുദായത്തിൻ്റെ ഒരു സമുന്നതനായ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സേ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അത് ഈ NSSൻ്റെ നേതാവായ നമ്മുടെ സുകുമാരൻ നായരെക്കാളും ഒക്കെ തന്നെ അദ്ദേഹം ഈ സുകുമാരൻ നായർ പ്രത്യക്ഷത്തിൽ പലപ്പോഴും രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും പറയുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അത് അതിൻ്റേതായ നിലയിൽ അദ്ദേഹം പറയേണ്ടിടത്ത് മാത്രം പറയുകയും ആ കരുതലോടുകൂടി നീങ്ങുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം അയാൾ തുറന്നു പറയുക തന്നെ ചെയ്യും. അത് ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനാണെങ്കിൽ അങ്ങനെയെന്ന് നമുക്ക് വെക്കാം, ആരോടെങ്കിലും പ്രതിഷേധം അറിയിക്കാനാണെങ്കിൽ അങ്ങനെയാണെന്ന് വെക്കാം. ഏത് നിലയിലാണെങ്കിലും പറയാനുള്ളത് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് കാലങ്ങളായി അദ്ദേഹം ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പറയുന്നത് ഏറെ ദിവസങ്ങളോളം ഈ പൊളിറ്റിക്കൽ എയറിൽ തങ്ങി നിൽക്കുകയും ചെയ്യാറുണ്ട്. പെട്ടെന്നൊന്നും അതിൻ്റെ അനുരണം കെട്ടടങ്ങുകയില്ല. തുടർച്ചയായി അതിൻ്റേതായ പല കാര്യങ്ങളും നമുക്ക് പുറത്തറിയാൻ കഴിയും. അദ്ദേഹം വെള്ളാപ്പള്ളി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം എത്രയോ നാളുകൾ നിലനിൽക്കും വാർത്താ മാധ്യമങ്ങളിൽ. കാരണം അതിനെ പലരും പിന്തുടരും. അതിനെ തുടർന്നുള്ള കമൻറ്റുകൾ പലർക്കും പറയേണ്ടി വരും. അത് തന്നെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനവും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെടി കൊണ്ടിരിക്കുന്നത് VD സതീശന് നേർക്കാണ്. VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നമ്പർ 1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. KPCC പ്രസിഡൻ്റ് ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ നമ്പർ 1 എന്ന നിലയിലേക്ക് സാധാരണ രാഷ്ട്രീയ രംഗം പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ VD സതീശനെതിരെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ വെടിപൊട്ടിച്ചത്. അത് 2 ദിവസമല്ല 3 ദിവസം അദ്ദേഹം പല പ്ലാറ്റ്ഫോമുകളിലും ഈ VD സതീശനെ ശരിക്കും ഫയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയുന്നത് എന്താണ് VD സതീശൻ എന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്. അഹങ്കാരിയാണ്, അഹന്തയുള്ള ആളാണ്, ആരെയും വലുതായി ബഹുമാനിക്കുന്ന ആളല്ല, ഇങ്ങനെ മുമ്പ് ആരും ചെയ്തിട്ടില്ല, VD സതീശൻ എല്ലാമായി എന്നാണ് കരുതുന്നത്, അതൊന്നും ശരിയല്ല, അദ്ദേഹത്തിനേക്കാൾ എത്രയോ ഭേദമാണ് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു നിർത്തിയതുമല്ല, അദ്ദേഹം പിന്നീടും അത് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്രത്തോളം VD സതീശനെ ശരിക്കും ഒരു പ്രതിപക്ഷം പോലെ കാണുന്നത്? പ്രതിപക്ഷ നേതാവാണ് എന്നത് ശരി, ആ മനസ്സോടുകൂടി ഒരു പ്രതിപക്ഷ മനസ്സോടുകൂടി തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിപ്പോൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ്? വ്യക്തിവിരോധമാണോ രാഷ്ട്രീയമാണോ? ഇതാണ് ചർച്ച. വ്യക്തിവിരോധം എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷവും VD സതീശൻ വെള്ളാപ്പള്ളിയെ കാണാൻ പോയിട്ടില്ല. ഒരാളെയും കാണാൻ അദ്ദേഹം പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമുദായ നേതാക്കളെയും അദ്ദേഹം പോയി കണ്ടിട്ടില്ല. അത് VD സതീശൻ്റെ ഒരു ശൈലിയാണ്. ഒരു സമുദായ നേതാവിൻ്റെ അടുക്കൽ പോയി അവരുടെ അനുഗ്രഹം വാങ്ങുന്നതെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാഷയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സതീശൻ അതിനൊന്നും മെനക്കെട്ടില്ല. അതാണോ കാരണം? പക്ഷെ ഒന്ന് പറയാം, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി, ഒരു വനിത, അദ്ദേഹത്തിന് ആ മത്സര സമയത്ത് കാണാൻ സമയം ചോദിച്ചിട്ട് വെള്ളാപ്പള്ളി സമയം കൊടുത്തില്ല. ഇപ്പോൾ മാത്രമായിട്ട് എന്തിനാണ് കാണാൻ വരുന്നത് എന്നായിരുന്നു അദ്ദേഹം ചെയ്ത ഒരു കമൻറ്റ്. ദാറ്റ് മീൻസ് മുമ്പ് എന്നെ കാണാൻ വരാറില്ലല്ലോ, ഇപ്പോൾ മാത്രമായിട്ട് എന്തിനാ ഈ വരവ്? ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയാണോ? എൻ്റെ സമുദായത്തിൻ്റെ വോട്ട് വേണം എന്ന് പറയാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞ് ആ സന്ദർശന അനുമതി കൊടുത്തില്ല.
അപ്പോൾ തന്നെ ആളുകൾ കാണാൻ വരുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിന് ഇതുവരെയായിട്ടും തന്നെ ഒന്ന് സന്ദർശിക്കാൻ പോലും വരാത്ത വി ഡി സതീശനോട് സ്വാഭാവികമായും ഒരു വിരോധം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ വിധേയത്വം കാണിക്കുന്നവരെ ചിലരൊക്കെ ഇഷ്ടപ്പെടും, അത് രാഷ്ട്രീയക്കാരും ഇഷ്ടപ്പെടും, സമുദായ നേതാക്കളും ഒക്കെ ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുക, സംസാരിക്കുക, ഒരു വെൽ വിഷർ എന്നുള്ള നിലയിൽ ഒന്ന് ഒരു ചെറിയ ചെറിയ സന്ദർശനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ വേണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് നിന്നു കൊടുക്കാത്തവരോട് സ്വാഭാവികമായും ഒരു വിരോധം തോന്നാം. ഇത് തന്നെയാണോ കാരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. അതിൽ ഇപ്പോൾ യു ഡി എഫിനകത്ത് ഒരു നേതൃത്വ തർക്കം ഉണ്ടാക്കുക. ആ തർക്കം എന്ന് പറഞ്ഞാൽ പ്രധാനമായും രമേശും ഈ വി ഡി സതീശനും അതേപോലെ നമ്മുടെ കെ സുധാകരനും ഒക്കെ കൂടിയുള്ള ഒരു ചേരിതിരിവ് നിലവിലുണ്ട്. അപ്പോൾ ഈ ചേരിതിരിവിന് ഒന്ന് തീ കൊളുത്തി കൊടുക്കുക. അങ്ങനെ തീ കൊളുത്തിയാൽ ഒരു പക്ഷേ ഭരണമാറ്റം എന്നത് വരുന്ന സാഹചര്യത്തിൽ അല്പം മായം കലർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? നിലവിൽ എൽ ഡി എഫിന് കിട്ടും. അപ്പോൾ എൽ ഡി എഫിൻ്റെ ഉള്ളിലിരിപ്പും അത് തന്നെയാണ്. ഇവിടെ ഒരു അടി നടക്കണം. ഇപ്പോഴേ അടി തുടങ്ങിയാൽ കോൺഗ്രസ്സുകാരുടെ മനം മടുക്കും. പൊതുജനങ്ങളും കരുതി ഇവരൊക്കെ തമ്മിലടിക്കുന്ന ആളുകൾ തന്നെയാണല്ലോ എന്ന് ഒരു പ്രശ്നം വരും. അപ്പോൾ വി ഡി സതീശനെ ഫോക്കസ് ചെയ്യുമ്പോൾ രമേശിനെ ഫേവർ ചെയ്യും. രമേശിനെ ഫേവർ ചെയ്യുമ്പോൾ രമേശ് കുറേ കൂടി ഒരു ആക്റ്റീവാകും. ശരി എന്ന മട്ടിലേക്ക് രമേശ് കൊണ്ട് കയറും. രമേശ് അക്കാര്യത്തിൽ വളരെ മിടുക്കനായ ഒരു നേതാവാണ്. എപ്പോൾ അവസരത്തിനൊത്ത് ഉയരണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അപ്പോൾ അതിന് ഒരു ആക്കം കൂട്ടുന്നതിന് വേണ്ടി ആണോ ഈ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വച്ചത് എന്ന് നോക്കേണ്ടി വരും. ഈ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യത്തിൽ ഒന്ന്, കെ പി സി സി പ്രസിഡൻറ്റിനെ പോലും വലുതായി മാനിക്കുന്നില്ല വി ഡി സതീശൻ എന്ന മട്ടിലൊരു കമൻറ്റ് പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടർക്കഥയായി വരാൻ പോകുന്നത് എവരുടെയൊക്കെ ഒരു തമ്മിൽ തല്ലലും എവരുടെ വീണ്ടുമുള്ള ഒരു ഗ്രൂപ്പ് വീര്യം കാട്ടലും ഒക്കെയാണ്. അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യും, യു ഡി എഫിന് ദോഷം ചെയ്യും. ആർക്ക് ഗുണം ചെയ്യും? എൽ ഡി എഫിന് ഗുണം ചെയ്യും. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശത്തെ തുടർന്ന് പിന്നീട് നടന്ന പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, ഈ വി ഡി സതീശനോട് ചോദിച്ചു, താങ്കളെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത്, ഓരോ അഭിപ്രായം പറയാൻ അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് വെള്ളാപ്പള്ളിക്ക് പറയാവുന്ന കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ എന്തെങ്കിലും മൈനസുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാനായിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ തിരിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സിനെ പറയുന്നതിന് തുല്യമാണ്, അഥവാ യു ഡി എഫിനെ പറയുന്നതിന് തുല്യമാണ്. അല്ലാതെ എന്നെ പറഞ്ഞു എന്നുള്ളത് മാത്രം പിടിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുത്ത് അതിന് ചൂട് പിടിപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഞാൻ ഇതുവരെ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ഒരക്ഷരവും പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ല, പറയുകയുമില്ല. അങ്ങനെ വ്യക്തികളെ ആക്രമിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്നാണ് വി ഡി സതീശൻ മറുപടി പറഞ്ഞത്. ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാനൊന്നും വി ഡി സതീശൻ തയ്യാറായില്ല എന്നുള്ളതും അടിവരയിട്ട് കാണേണ്ടി ഇരിക്കുന്നു. അപ്പോൾ തൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പോരായ്മകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വി ഡി സതീശനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വെള്ളാപ്പള്ളിയുടെ കമൻറ്റിന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാം. ചില കോർണറുകളിൽ നിന്നും അത്തരം ചില കമൻറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് തന്നെയാണ്. ചില കോൺഗ്രസ്സിലെ രണ്ടാം നിര നേതാക്കൾ വരെ പറയുന്നുണ്ട് വി ഡി സതീശൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര ഫ്ലെക്സിബിൾ അല്ല എന്ന മട്ടിലാണ് ഈ കമൻറ്റുകളൊക്കെ വരുന്നത് താനും. ഏത് കമൻറ്റ് വന്നാലും ഒരു കാര്യം ഓർക്കണം, അത് ആത്യന്തികമായി അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു കക്ഷിയെ ക്ഷീണിപ്പിക്കുന്നതാണ്. ഈ സമുദായ നേതാക്കൾ പറയുന്നതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിന് സമാനമായ കമൻറ്റുകൾ പിന്നീട് പല ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതും പത്രക്കാർ ചോദിച്ചതാണ്. കഴിഞ്ഞ വി ഡി സതീശൻ ഏറ്റവും ഒടുവിലത്തെ പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ്.
നിങ്ങൾക്ക് ഇത്രയും വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടും കോൺഗ്രസ്സുകാർ ആരും തന്നെ UDFകാർ ആരും തന്നെ വി ഡി സതീശനെ പിന്തുണച്ചില്ലല്ലോ, അതെന്താണ് എന്ന് ചോദിച്ചപ്പോഴും വി ഡി സതീശൻ പറഞ്ഞ മറുപടി ഞാൻ തന്നെ കോൺഗ്രസ്സുകാരോടും മറ്റും പറഞ്ഞു, നിങ്ങളാരും മറുപടി പറയാൻ നിൽക്കണ്ട, അതിനുള്ളത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇത് ഏറ്റുപിടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും അങ്ങനെ പറഞ്ഞാലും തീർച്ചയായും ചിലരൊക്കെ എടുത്ത് ചാടി മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതും ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ അടിവരയിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ കാറ്റ് എങ്ങോട്ട് പോകുന്നു, അതാണ് ഇപ്പോൾ പ്രശ്നം. കുറച്ച് പേര് രമേശിനെ പിന്തുണയ്ക്കുന്നു, കുറച്ച് പേര് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നു, കുറച്ച് പേര് നമ്മുടെ KPCC പ്രസിഡൻറ്റിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗം ചേരുന്നു എന്ന് വേണം നിങ്ങൾ കരുതാൻ. അത് ഗ്രൂപ്പാണ് എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. പക്ഷേ ഗ്രൂപ്പാക്കി മാറ്റാതിരുന്നാൽ അത് കോൺഗ്രസ്സിന് കൊള്ളാം, നേതാക്കൾക്ക് കൊള്ളാം. നീ വരുമോ നമ്പർ 1, ഞാൻ വരുമോ നമ്പർ 1 എന്നുള്ള ചിന്തകൾ നമുക്ക് പിന്നീടാകാം. ആദ്യം എങ്ങനെയെങ്കിലും ഭരണം തിരിച്ച് പിടിക്കാൻ നോക്കുക. അതാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഭൂഷണമായിട്ടുള്ളതെന്ന് അടിവരയിട്ട് പറയുക തന്നെ ചെയ്യുന്നു.